താരപ്പകിട്ടിലേക്ക് സ്വാഗതം. കട്ടപ്പനയിലെ അല്ല, കേരളത്തിൻ്റെ മലയാളികൾ ഏറ്റുവാങ്ങിയ ഋതിക് റോഷനാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഋതിക് റോഷൻ, എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക്? ഗംഭീര ഫീഡ്ബാക്കാണ്. നമ്മൾ എന്താ പറയുക, സ്വപ്നം കാണുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലൈനിൽ ഉള്ള ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. താരപ്പകിട്ടിൽ സത്യം പറഞ്ഞ ആദർശ വന്നു, വിശേഷങ്ങൾ പങ്കുവച്ചു. പിന്നെ ആദർശ കട്ടപ്പനയെക്കുറിച്ചോ ഋതിക് റോഷനെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. വിഷ്ണുവിനെ കുറിച്ചായിരുന്നു വാ തോരാതെ നിർഗളമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാണ് നാദിർഷ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്? നാഷിക്ക് ബിബിന് നേരത്തെ നാഷിക്ക് പരിചയമുണ്ട്. കാരണം അവൻ ഒരു ചാനലിൻ്റെ പ്രോഗ്രാം കളിയും ചിരിയും എന്ന് പറഞ്ഞ പ്രോഗ്രാമിനൊക്കെ ബിബിന് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് നാഷിക്കായിരുന്നു എൻ്റെ ആങ്കർ. അങ്ങനെയൊക്കെ അവന് നേരത്തെ പരിചയമുണ്ട്. അപ്പം ഞങ്ങൾ ഈ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ തീരുമാനിച്ച്, ഞങ്ങൾക്ക് തന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അത് എഴുതാൻ വേണ്ടി തീരുമാനിച്ച് ഞങ്ങൾ കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പനങ്ങാട് തിരക്കഥ എഴുതാൻ വേണ്ടി ഇരുന്നപ്പോൾ അന്ന് ഞങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ നാദിർഷയ്ക്കാണ്. അവർക്ക് ഒരു വലിയ ബന്ധമൊന്നുമില്ല, എന്നാലും നാദിർഷയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങൾ ആദ്യമേ ഇങ്ങനെ പറഞ്ഞു, ഇക്ക ഞങ്ങളൊരു സിനിമ എഴുതാൻ തീരുമാനിച്ചു, അതിൻ്റെ എഴുതാൻ പോവാണ്. 2011 11 ലാസ്റ്റ് ആയപ്പോൾ. അപ്പോൾ ഇക്ക ഓൾ ദ ബെസ്റ്ററാ, നന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക ഫോൺ വെച്ച് ഞങ്ങളെ വെച്ചിട്ട് തന്നെ എഴുതുന്നു. വേറൊരു ഡയറക്ടർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്. അപ്പോൾ ആ സമയത്താണ് ഈ സാറ്റലൈറ്റിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ സിനിമയിൽ വരുന്നതും. ഞങ്ങളെ വെച്ചിട്ട് പ്ലാൻ ചെയ്താണല്ലോ, അത് പിന്നെ നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് അതിങ്ങനെ ഇരിക്കുകയാണ് ആ സ്ക്രിപ്റ്റ്. ഷാജോൻ ചേട്ടനെ ഞങ്ങൾ വായിച്ച് കേൾപ്പിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ. ഷാജോൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമായതുമാണ്. ഷാജോൻ ചേട്ടന് 2 വർഷങ്ങൾക്കൊക്കെ ശേഷം ഒരു ദിവസം നാദിർഷയ്ക്ക് ഇങ്ങനെ സ്ക്രിപ്റ്റ് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഷാജോൻ ചേട്ടൻ ഇക്കയോട് സൂചിപ്പിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇക്ക ഒരു ദിവസം ബഡായി ബംഗ്ലാവിൻ്റെ ലൊക്കേഷനിൽ മുകേഷ് ചേട്ടനെ കാണാൻ വന്നപ്പോൾ ബിബിനോട് ചോദിച്ചു, എടാ നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബിബിൻ പറഞ്ഞു, അയ്യോ അത് ദിലീപേട്ടന് പറ്റിയ കഥയല്ല എന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞാൽ അതെന്തിനാണ് നിങ്ങൾ നോക്കണം, നിങ്ങളെന്തായാലും കൊണ്ട് കേൾപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ബിബിൻ എന്നോട് പറഞ്ഞു, എടാ ഇങ്ങനെ നാദിർഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എടാ പുള്ളിയൊന്നും ചെയ്യുന്നില്ല, പുള്ളിയൊക്കെ വേറെ ടൈപ്പ് സിനിമകൾ ചെയ്യുള്ളൂ, നമ്മൾ വേറൊരു ലൈനിൽ എഴുതി വെച്ചേക്കണല്ലേ. അത് ഈ കഥ വേറെ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്തിരുന്നു? അമർ അക്ബറോ? ഇല്ല. ഷാജോൻ ചേട്ടനെ മാത്രമേ കേൾപ്പിച്ചിട്ടുള്ളൂ. പിന്നെ പുള്ളിയുടെ ഒരു സുഹൃത്ത് ഒരു ഡയറക്ടറെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഇഷ്ടമായി, പക്ഷേ അതങ്ങനെ പ്രൊജക്റ്റ് ആവാനുള്ള സാധ്യത ഇല്ലാണ്ടായപ്പോൾ പിന്നെ ഞങ്ങളത് വിട്ടതാണ്. അപ്പോൾ ഞാനും ബിബിനും കൂടി തീരുമാനിച്ചു, ഒരു പണി ചെയ്യാൻ, നമുക്ക് ആദർശയ്ക്ക് പോയി കേൾപ്പിക്കാം. പുള്ളിക്ക് ഇഷ്ടമില്ല, പുള്ളി ഇത് കൊള്ളില്ല എന്ന് പറയും. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ സംവിധായകരാരെങ്കിലും പോയി കാണാം എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഒരു റിഹേഴ്സൽ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇക്ക കാണാൻ ചെല്ലണേ. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞ്, ഞാൻ ഒരിടത്ത് പോകാൻ നിൽക്കുകയാണ്, കഥ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ചുരുക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് പറയാൻ അറിഞ്ഞൂടാ, വളരെ കുറച്ച് സമയത്തിനകത്ത് കൺവിൻസ് ചെയ്യും. അത് അറിഞ്ഞൂടാ. ഞങ്ങൾ പറഞ്ഞ്, ഇക്ക ഞങ്ങൾ എഴുതിയേക്കണ സീൻ ഓർഡർ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കുക ഇക്കനെ. എന്നാൽ ഒരു കുറച്ച് വായിക്കും, ഒരു 10 സീൻ അല്ലെങ്കിൽ 15 സീൻ വായിക്കുന്നത് പറഞ്ഞിരുത്തിയതാണ്. ഞങ്ങൾ വായിച്ചു തുടങ്ങിയിട്ട് പിന്നെ ഇക്ക 68 സീൻ ഉണ്ടായിരുന്നു, മൊത്തം കേട്ടിട്ടാണ് എണീറ്റത്. അതേ ഓർഡറിൽ തന്നെയാണോ ഇത് ഷൂട്ട് ചെയ്തത്? അതേ കഥ ഒക്കെ വന്നതും അതിൽ വേറെ ഇംപ്രവൈസേഷൻ ഒന്നും വന്നില്ലേ? കുറച്ച് ഞങ്ങൾ അഡീഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കേട്ടിട്ട് എണീറ്റ് ഞങ്ങൾക്ക് കൈ തന്നു. അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ ആദ്യ സിനിമ ഇതാണ്, നമ്മളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ കിളി പോയ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, നിങ്ങളിത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ അത് പിന്നെ ഒരു അപാരമായ കോൺഫിഡൻസ്. കാര്യം നമുക്കിപ്പോൾ ഒരു മേഖല കേൾക്കാൻ പറയാം, സിനിമ എന്ന് പറയുമ്പോൾ ഹൈറ്റും വെയിറ്റും ഉള്ള ഒരുപാട് ഗ്ലാമറുള്ള പ്രതിഭാധനരായ ഒരുപാട് പരിചയക്കാരെ എന്തൊക്കെ വിശേഷങ്ങളാണ് കൊടുക്കേണ്ടത്. കാര്യം സിനിമയിലെ മുഴുവൻ അത്തരക്കാരാണ്. അപ്പോൾ ഇവിടെ എനിക്കും എത്തണം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അത് എവിടെ നിന്ന് കിട്ടി? ശരിക്കും പറഞ്ഞാൽ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെന്തോ ചെറുപ്പം തുടങ്ങി ആഗ്രഹമുണ്ട്. കുഞ്ഞിലെ തുടങ്ങി സ്റ്റേജ് പരിപാടികളിലുണ്ട്. സകല പരിപാടിക്കും ഞാനാണെങ്കിലും ബിബിനാണെങ്കിലും മിമിക്രി, മോണാക്ട്, നാടകം, പാടാനെന്ന് പറയാൻ പാടില്ല, എന്നാലും എല്ലാ പാട്ട്, ദേശഭക്തി കാര്യത്തിലും ഒക്കെ കയറി കൈവയ്ക്കാത്ത ഒരു പരിപാടി എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ അന്ന് തുടങ്ങി നമ്മുടെ അധ്യാപകരാണെങ്കിലും കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഇവനൊക്കെ വല്ല സിനിമ നടനാവുള്ളൂ ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ്
ഇത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഞാൻ എന്തായാലും നാളെ നടനാവുള്ളതാണല്ലോ, ഇങ്ങനൊരു സാധനം എവിടെ ഉള്ളിലുണ്ട്. ആക്ച്വലി നാളെ നടനാവാനുണ്ട് ആ ഒരു തോന്നലുണ്ടെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട് അപ്പൂൻ്റെയും അതുപോലെ തന്നെ മായാവി എവിടേക്കോ മിന്നി മറിഞ്ഞ മുഖമല്ലേ വിഷ്ണുവിൻ്റെ. എത്രത്തോളം ആൾക്കാർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അത് ഒരുപാട് പേര് തിരിച്ചറിയാറുണ്ട്. ഈ എൻ്റെ വീടപ്പൂൻ്റെയും ആണ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ. അതിനുശേഷം സിബി സാറിൻ്റെ തന്നെ അമൃതം എന്ന് പറയുന്ന സിനിമയിൽ നല്ലൊരു വേഷം തന്നു, ജയറാമിൻ്റെ കൂടെ ഒരു തല്ലുപുള്ളിയായിട്ട് അന്തക്കേട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അത് കണ്ടവർക്കൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മായാവിയിൽ ചെറിയൊരു ഷോട്ടുള്ളെങ്കിലും മായാവി പറഞ്ഞതാണ് ഷോട്ട് ചെറുതാണെങ്കിലും അതിലെ ഡയലോഗ് തകർപ്പൻ ഡയലോഗാണ്. ഒന്ന് പറയാമോ? ഞാൻ സലീം കുമാറാണ്, വിഷ്ണു കാച്ചിക്കോളും. അതിൽ സലീമേട്ടൻ വന്നിട്ട് നീ ആരുടെ എന്നോട് കളിക്കാൻ തന്തൊക്കെ പറഞ്ഞവരാണെങ്കിൽ ഇറങ്ങി പോടാ എരപ്പ എന്നൊക്കെ പറയുന്നത്, ഓനി പോടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കണപ്പാ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പക്ഷേ സലീം കുമാറിന്റെ മുഖത്ത് നോക്കി വേണമല്ലോ അപ്പം ആദ്യം പറയാൻ. എത്ര ടേക്കിൽ അത് ഓക്കെ ആയി? അതൊറ്റ ടേക്കാണ്. അപ്പം തന്നെ അവിടെ കൈയടിക്കുക ഒക്കെ ചെയ്തു. മീൻസ് ആ സിറ്റുവേഷൻ്റെ ആണ് അത്. അയാളെ ഒരു ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് പുള്ളി കത്തിയായിട്ട് വരുമ്പോൾ ഒരു കടയിൽ ഇങ്ങനെ കൊച്ചു പയ്യൻ തിരിച്ചിങ്ങനെ പറയണതും അപ്പോൾ സലീമേട്ടൻ്റെ റിയാക്ഷനും പറഞ്ഞിട്ടുള്ളൊരു സാധനം ഇത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിരി വരും. അത് വർക്കൗട്ട് ആവുകയും ചെയ്യും. പിന്നെ 2011 മുതൽ കഥകൾ എഴുതുകയാണ്. ശരിക്കും പറഞ്ഞാൽ എത്ര കഥ ഉണ്ട് കയ്യിലിപ്പോൾ? ഒന്നുമില്ല വേറെ. ഞങ്ങളാകെ അത് കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. കാര്യം പല ആൾക്കാരും എൻ്റെ 5 കഥ 6 കഥ 7 കഥ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മനസ്സിലായില്ലേ? ഒന്നുമില്ല. അത് സത്യസന്ധമായിട്ട് പറയണേ. അപ്പോൾ ഋതിക് റോഷൻ്റെ കോട്ട അയച്ചു വെച്ചിട്ടില്ലേ ഇതുവരെ? അതിൻ്റെ ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞു. എന്നാലും ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ സ്വപ്നം കണ്ടത് ഏറ്റവും ആഗ്രഹിച്ചത് ഇത്ര നാളും പണിയെടുത്തതെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഒന്ന് വിജയിച്ച് ആളുകളെ ഏറ്റെടുക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ആണ് നമ്മുടെ സ്വപ്നം, എല്ലാവരും ആഗ്രഹിച്ചത്. വിഷ്ണുവിനെ ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങി. അല്ല, അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആഗ്രഹിച്ചത് അതാണ്. അപ്പോൾ അതായി കഴിയുമ്പോൾ നമ്മൾ അത് എൻജോയ് ചെയ്യാണ്ട് വേഗം അടുത്ത ഇത് എഴുതി കളയാം എന്നും പറഞ്ഞ് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാനും ബിബിനും തീരുമാനിച്ചത് നമുക്ക് ഈ ഡിസംബർ വരെ അടിച്ച് പൊളിക്കാം, ഇതിൻ്റെ ആ ഒരു സന്തോഷം ആസ്വദിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തതിന് ഇരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ എന്നൊക്കെ എങ്ങനെയാണ് ഫീഡ്ബാക്ക്? കാര്യം അവരാണ് ഇങ്ങനെ കുറവുകൾ ഉണ്ടെങ്കിലും ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും യെസ് എനിക്കും സിനിമയിൽ എത്തണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ആൾക്കാർ. അല്ല, അവർ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. നേരിട്ട് കാണുമ്പോഴാണെങ്കിലും നമുക്ക് മനസ്സിലാവും അവർക്ക് ഭയങ്കര മോട്ടിവേഷണലാണ് നമ്മുടെ സിനിമ. ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടി, നമുക്കും പറ്റും എന്നുള്ളൊരു ധൈര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരു രസകരമായൊരു ഞാൻ വേറെ ഇൻ്റർവ്യൂവിലും പറഞ്ഞതാണ്. ഒരു പയ്യനെ ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് എൻ്റെ സിനിമയാണ്, എൻ്റെ കഥയാണ് നിങ്ങൾ സിനിമയാക്കിയേക്കണം, എനിക്ക് അത്രയ്ക്ക് റിലേറ്റ് ചെയ്ത് എൻ്റെ ജീവിതവുമായിട്ട്. ഞാനും ചേട്ടനെ പോലെ തന്നെയാണ്, എന്നെയും കാണാൻ ഒരു മേനയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാ ഭാവി അപ്പോൾ അവൻ പറഞ്ഞു അല്ലേട്ടാ അതൊക്കെ വെറുതെ കേട്ടോ, നമ്മൾ കാണുന്ന പോലെയല്ല. ഞാൻ എന്താ തമാശ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കോംപ്ലക്സ് മനസ്സിൽ കൊണ്ടു കിടക്കുന്നവരാണ്. അല്ലെങ്കിലും നിരാശരുടെ തോറ്റ ആൾക്കാരെ നമുക്ക് കൂടുതൽ കാണാൻ പോകുന്നത്. വിജയിച്ചവർ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പം അവരൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ കിച്ചു. അപ്പോൾ കിച്ചുവിൻ്റെ ജീവിതം കാണുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സ്വന്തം ജീവിതമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. റിയൽ ഋതിക് റോഷൻ്റെ ഒരു പേജിലോ അല്ലെങ്കിൽ ഒരു മെയിലോ എന്തെങ്കിലും അങ്ങനെ തോന്നിയോ ഇതൊന്നും എങ്ങനെയെങ്കിലും റിയൽ ഋതിക് റോഷനെ എത്തിക്കണം, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു സിനിമ ഈ ഒരു സംസ്ഥാനത്ത്? ആളറിഞ്ഞു, പുള്ളി ട്വിറ്ററിൽ ഇട്ടോ, ട്വീറ്റ് ചെയ്തിരുന്നു പുള്ളി. അതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തോ? നമ്മുടെ രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ടല്ലോ ആങ്കർ, പുള്ളി ആ ഒരു സീനിൽ രാജേഷ് വരുന്നുണ്ട്. പുള്ളി ഋതിക് റോഷനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഋതിക് റോഷൻ ഒരു ബ്രാൻഡിൻ്റെ പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിൽ വരുന്നുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നേരിട്ട് കാണാനും സാധ്യതയുണ്ട്. ശരി, എല്ലാം കൊണ്ടും അപ്പം സന്തോഷത്തിൻ്റെ ഒരു. അമർ അക്ബർ എഴുതി, പക്ഷേ എഴുതുന്ന സിനിമ റിലീസ് ചെയ്യുമ്പോഴാണോ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണോ കൂടുതൽ ടെൻഷൻ? ഈ അമർ ഇറങ്ങണതിൻ്റെ തലേദിവസം അനുഭവിച്ച ടെൻഷൻ ഭീകരമാണ്. കാരണം ഞങ്ങൾ നമ്മുടെ ജീവിതമാണ്, ഞാനും ബിബിനും നാദർഷൊക്കെയും ഞങ്ങൾ 3 പേരുമാണ് ആദ്യമായിട്ട് സിനിമയിൽ അത്രയും വലിയ ഒരു പ്രൊജക്റ്റ്, ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ലോഞ്ച് ചെയ്യണതിൻ്റെ ആ ഒരു
ടെൻഷൻ. അപ്പോൾ നമ്മൾ ഓർത്തു ചെറിയൊരു ടെൻഷൻ ഉണ്ട്, പക്ഷെ അത് സ്വാഭാവികമല്ലേ എന്നൊക്കെ തലേ ദിവസം വൈകുന്നേരം വരെ ഓർത്തു. രാത്രി ആയപ്പോഴത്തേക്കും ആകെ ഒരു രക്ഷയില്ല. അയ്യോ നാളെ എങ്ങാനും പടം തോൽവിയാണെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് വന്ന് എന്ത് ചെയ്യും. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഡബ്ബിങ്ങിനൊക്കെ പടം കാണുമ്പോഴും ഇവരൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് ഡബ് ചെയ്ത് പോയപ്പോഴും കൊള്ളാം നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴും നമ്മൾ ധൈര്യമായിരുന്നു. പക്ഷേ ഈ തലേ ദിവസം രാത്രി ചെറിയൊരു പേടിക്കൽ പേടിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇരിക്കാൻ നേരത്ത് ബിബിൻ വീട്ടിൽ പോയി. അവൻ വിളിച്ച് എന്താടാ, ഞാൻ പറഞ്ഞു എന്താണ് ഒരു ആകെ ഒരു ഇത്. അവൻ പറഞ്ഞ് ഞാനിവിടെ അടുത്ത് ഒരു പുഴയുണ്ട്, അതിൽ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടുത്തെ വീടിൻ്റെ അടുത്തുള്ള. ആ ശരിയെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും, ജോൺകുട്ടി എഡിറ്റർ പുള്ളീനെ ഒന്ന് വിളിക്കാം എന്ന് വിചാരിച്ചത്. പുള്ളീനെ വിളിക്കാൻ പോയപ്പോൾ പുള്ളിയുടെ കോൾ ഇങ്ങോട്ട് വന്നേക്കണം. ഞാൻ വിളിച്ചു ആ ചേട്ടാ എന്തായി ടെൻഷനാണോ? ആ നീ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലാണ്. ആ ഞാൻ നിന്റെ വഴിയിലിട്ട് ഇടുവാ. പുള്ളി എന്നെ അവിടെ വന്ന് കാത്തു. രാത്രി എല്ലാവരും എല്ലാവരും അതിൽ കോമഡി ഉണ്ട്. ഞാൻ ജോണേട്ടൻ്റെ കൂടെ പുള്ളിയുടെ വണ്ടിയിൽ കയറിയിട്ട് നമുക്കൊരു പണി ചെയ്യാം, വെറുതെ ഒന്ന് സിറ്റി കൂടി തിയേറ്ററിൻ്റെ അവിടെയൊക്കെ പോവാം, ചിലപ്പോൾ ഇന്ന് ഫ്ലെക്സൊക്കെ രാത്രി ആയിരിക്കുമല്ലോ വെക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നാദിർഷിക്കയുടെ അനിയൻ സമദൊക്കെ കൂട്ടുകാരൊക്കെ കൂടി വലിയ ഫ്ലെക്സൊക്കെ റെഡി ആയിക്കൊണ്ട് അപ്പോൾ അവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ധൈര്യമായി, ആ സന്തോഷമല്ല. നോക്കുമ്പോൾ ഇതിന് ആദർശമൊക്കെ വന്നു ടെൻഷൻ അടിച്ച് പല്ലുന്നൊക്കെ കടിച്ചിട്ട് ഇക്ക വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ജയസൂര്യ അപ്പുറത്തുണ്ടാവും, അതിൽ അവനിതിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ജയസൂര്യ ചേട്ടനും വന്നു. അപ്പോൾ എല്ലാവരും ടെൻഷനിലായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ തന്നെ മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലായിടത്തും നല്ല അഭിപ്രായങ്ങൾ വിളിച്ച് വന്നു തുടങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ പടം 101 ദിവസം ഓടി, എല്ലാവരും സന്തോഷം. അത് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ ടെൻഷൻ ആരംഭിച്ചത്. ഈ പടം 100 ദിവസം ഓടി, ഇനിയിപ്പോൾ അടുത്ത പടം എന്ന് വെച്ചാൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ ആദ്യത്തെ സിനിമ വിജയിച്ചു, ഇനി രണ്ടാമത്തെ, ആദ്യത്തെ ചിലപ്പോൾ ഭാഗ്യം എന്നൊരു പേരിടാം, അടുത്തതും കൂടെ. എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കണ ഒരു കാര്യം കൂടിയാണത്. രണ്ടാമത്തെ പടത്തിലാണ് ഇരിക്കണേ. റൈറ്റേഴ്സ് ആണെങ്കിലും ശരി, ഡയറക്ടർ ആണെങ്കിലും ശരി, രണ്ടാമത്തെ പടമാണ് നിങ്ങളുടെ കരിയർ ഡിസൈഡ് ചെയ്യണേന്ന്. അപ്പം ഞങ്ങൾക്കിത് എഴുതാനിരുന്നിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമറിലെ ആ ഒരു ഹാങ് ഓവർ ഞങ്ങളുടെ ഒന്നും വിട്ടുപോകണില്ല. അപ്പോൾ എഴുതിയാൽ അതേപോലെ തന്നെ ആവുമോ, അങ്ങനെ വരരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇടിച്ചു നിന്നിട്ടുണ്ടോ വല്ലപ്പോഴൊക്കെ? ഇടിച്ചു നിന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസം. ആ സമയത്ത് പൃഥ്വിരാജിനെ ഞങ്ങൾ വിളിച്ച്, രാജേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്നാലും വെറുതെ വിശേഷമൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് എടാ നിങ്ങളിത് അതേപോലെ ആവണമെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ആ പടം വന്നു, അത് കഴിഞ്ഞ് അത് പോയി, അതിനി കളഞ്ഞേക്കും. ഇനിയിപ്പോൾ അടുത്ത സിനിമ അതേപോലെ ഓടണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്താണ് നിങ്ങൾക്ക് ഈ ടെൻഷൻ വരാൻ കാരണം. അടുത്തത് ഓടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ എന്തായാലും ഇൻഡസ്ട്രിയിലെ റൈറ്റേഴ്സാണ്, നിങ്ങളിപ്പോൾ ജെന്യുവനായിട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ എന്താണ് അത് എഴുതിയാൽ മതി, ഈ പടം ഓടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യം കിട്ടി, നമ്മൾ ജെന്യുവനായിട്ട് എഴുതിയ പടം നന്നായിക്കോളും, പിന്നെ ഇതിന് നമ്മൾ ഈ ടെൻഷൻ അടിക്കണമെന്ന് ഓർത്ത് ഞങ്ങൾ ആ പുള്ളിയുടെ വാക്കുകൾ നമുക്കൊരു ഊർജ്ജം തന്നു. ഞാൻ ആഷിക്കയോട് പറഞ്ഞപ്പോഴത്തേക്കും അടുത്ത പടത്തിൽ പൃഥ്വിരാജ് അല്ലല്ലോ ഹീറോ, ആ ധൈര്യത്തിലാണ് അവർ ഓർഡർ ഉണ്ടാന്ന് പറഞ്ഞത്. തമാശക്ക് പറഞ്ഞു. അപ്പം നാദിർഷയാണ് അടുത്ത പടം ചെയ്യുന്നതെന്ന് നിങ്ങൾ ഉറപ്പിച്ചിരുന്നു? ഇല്ല, വേറൊരു ആൾക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. വേറൊരു കാസ്റ്റിംഗും ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അപ്പോൾ പക്ഷെ അത് ഇങ്ങനെ നടക്കാതെ വന്നൊരു സാഹചര്യത്തിലാണ് നാദിർഷയുടെ എൻട്രി വീണ്ടും. ഇത് കരിയറിനെ കുറിച്ചുള്ള ടെൻഷൻ, ജീവിതത്തെക്കുറിച്ച് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും വിഷ്ണു അല്പം പുറനിറഞ്ഞ് നിൽക്കുന്ന ഒരു പയ്യനാണ്. കല്യാണം ഉണ്ടാവോ ഈ വർഷം? ഇല്ല, അങ്ങനെ നിങ്ങൾ ആലോചിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് കല്യാണം ആലോചിക്കേണ്ട, മാട്രിമോണിയൽ വി എന്നിട്ടാൽ മതി, ബാക്കി ഇങ്ങോട്ട് വന്നോളൂ. എവിടെ പെൺപിള്ളേരൊക്കെ വിചാരം എന്താ, ഓ ഈ ചക്കനൊക്കെ നിറച്ച് ലൈനായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആരും അപ്രോച്ച് കൂടി ചെയ്യണില്ല. അയ്യോ, എനിക്ക് തോന്നുന്നു അതൊരു ഇനിഷ്യൽ സ്റ്റേജിലുള്ളൊരു തെറ്റിദ്ധാരണയെന്ന്, അതൊക്കെ മാറും. ഇങ്ങനെയുണ്ട് പെൺകുട്ടികളുടെ റെസ്പോൺസ്. ഋതിക് റോഷനെ അവരെങ്ങനെ ഏറ്റെടുത്തു? പയ്യന്മാർ പറഞ്ഞു ഓക്കെ എനിക്കും കുറവുകളുണ്ട്, ഞങ്ങൾ റിലേറ്റ് ചെയ്യുന്നു, അതാണ് ഇതാണ്. ബട്ട് ഗേൾസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരുപാട് പേർക്ക് തുറന്നു പറഞ്ഞു. പക്ഷെ നേരത്തെ ഇങ്ങനെ ഒഴുകി അത്രയും ഒരു സ്പീഡില്ല, ഇത് എഡിറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെ. ഇല്ലില്ല, അല്ല എനിക്ക് മെസ്സേജുകൾ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ പേര് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഐ ലവ് യു ടു. കുറേ ഒന്നും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. 2500 മെസ്സേജൊക്കെ വന്നിട്ട് സ്ക്രീനിലെ രാത്രി കാലങ്ങളിലെ മെസ്സേജിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും ഉണ്ടാവേണ്ടി വന്നിട്ടില്ലല്ലോ അല്ലേ? നമ്മുടെ പടത്തിലുള്ള പോലെ അത് ഒക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഇങ്ങനെ വിളിച്ച് അർത്ഥം ചോദിക്കുന്നവരുണ്ട്, അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെ അതേപോലെ ഒരുപാട് ആളുകൾ
ഉണ്ട്. അത് കാണുമ്പോൾ ആളുകൾ ചിരിക്കണതിൻ്റെ കാര്യം അതാണ്. ഇപ്പോഴും നമ്മളെ വളരുമ്പോൾ, നമ്മളെ പഠിപ്പിക്കുമ്പോൾ, വളർത്തുമ്പോഴൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അംബീഷ്യസ് ആയിരിക്കും പേരൻസ്. വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ശരിക്കും ആഗ്രഹം എന്തായിരുന്നു? വിഷ്ണു എവിടെ എത്തണം, അങ്ങനെ എപ്പോഴെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അത് ഇപ്പം അമറൊക്കെ കഴിഞ്ഞ സമയത്തും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ സിനിമയൊക്കെ ഹിറ്റായി, ഇനിയെങ്കിലും ഒരു പണിക്ക് പോകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിൽ നമ്മളൊരു 5 വർഷം വേറെ പണിക്ക് പോകുന്ന ഒരു തുക ഈ ഒരൊറ്റ സിനിമയെ കിട്ടുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി മോണിറ്ററി ബെനിഫിറ്റ് അല്ല. കറക്റ്റ്. നമ്മളെപ്പോഴും ഒരു ജോബ് സെക്യൂരിറ്റിയാണ് നമ്മൾ മലയാളികൾ നോക്കുന്നത്. ടിപ്പിക്കൽ മലയാളി മൈൻഡ് വെച്ചിട്ട് ഉള്ള ഒരു സംഭവമാണ്. അപ്പം അവർ ജനിച്ച് വളർന്ന സാഹചര്യം വെച്ച് നമ്മുടെ അച്ഛനമ്മക്കൊക്കെ അവരുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ മകൻ്റെ ഭാവി ഓക്കെയാണ്. അപ്പം അവർ ആഗ്രഹിക്കുന്ന സ്വാഭാവികമായിട്ടും അതായിരിക്കുമല്ലോ. ഞങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ക്യാരക്ടറിനെ വന്നിട്ട് പറഞ്ഞിട്ട് പോകണ്ടല്ല, സൽമാൻ ഖാനാണെങ്കിൽ ശരി, അമിതാഭ് ബച്ചനാണെങ്കിലും ശരി, സർക്കാർ ജോലി ഇല്ലെങ്കിൽ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കില്ല. ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ, ഈ ഒരു ഗ്യാങ്ങിൻ്റെ, ഇപ്പോഴത്തെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു സ്ത്രീ സൗഹൃദം, ഈവൻ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും അവരെപ്പോഴും ഇരുന്ന് ഹെൽത്തി ഡിസ്കഷൻസ്, അവരുടേതായ കാര്യങ്ങളിലുള്ള ഫ്രീഡം, അവരുടേതായ കാര്യങ്ങളിൽ നോ പറയാനറിയാം. എങ്ങനെ കാണുന്നു യങ്സ്റ്റേഴ്സിനെ? ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ഈ സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യവും അനിവാര്യതയും ആയിരിക്കും. അപ്പോൾ അതിന് എതിരൊന്നുമല്ല. പറഞ്ഞ പോലെ ഓരോ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കണതാണ്. അടുത്ത എന്താണ് ആഗ്രഹം? വീണ്ടും എഴുത്താണോ അതോ അഭിനയം? ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പോണത് എഴുത്താണ്. ഞങ്ങൾക്ക് ഓൾറെഡി കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഈ ഓൾറെഡി കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യത്തെ സിനിമയും ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, വേറെ ആർക്കോ വേണ്ടി എഴുതിയ കഥയാണ് നാദിർഷ ആയിട്ട് വെച്ച്. രണ്ടാമതും എഴുതിയ വേറൊരു ആളെ മനസ്സിൽ സംവിധായകനായിട്ട് കണക്കാക്കിയത്. അപ്പം ഇനി എഴുതുന്നത് ആരാണ്? ഇതും വേറെ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പം നാദിർഷ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം സിനിമ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതാണ് ഇപ്പോൾ എഴുതാൻ വേണ്ടി പോണത്. നൗഫൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഇക്കയാണ്. അദ്ദേഹം ചാനൽ ഷോയിലൊക്കെ ഒരുപാട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആദ്യ സിനിമ എഴുതാൻ പോകണം. നമ്മൾ എഴുതുകയും അഭിനയിക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ ചെയ്യാനുണ്ടാവില്ല. നമ്മുടെ റോൾ ചെയ്യുന്നു, നമ്മളെ ഏൽപ്പിച്ച ചുമതല ഭംഗിയായി നിർവഹിക്കുന്നു. പക്ഷേ റൈറ്റേഴ്സിന് അങ്ങനെയല്ല. കാസ്റ്റിങ്ങിൽ വരെ സംവിധായകനുമായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും. എത്രത്തോളം ഈ സിനിമയുടെ കാസ്റ്റിങ്ങിൽ ഡിസ്കഷൻസിൽ പങ്കെടുത്തു? എങ്ങനെ ഓർക്കുന്നു ആ ഒരു? എല്ലാത്തിലും 100% ഞങ്ങൾക്ക് സ്പേസിന് ആദർശിക്ക തന്നിട്ടുണ്ട്. പിന്നെ ആദർശക്കയുടെയും ഞങ്ങളുടെയും ആദ്യ സിനിമയായിരുന്നുകൊണ്ട് അമർ അക്ബറിലും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ആദ്യ സിനിമ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ എന്താ പറയുക, ഭയങ്കര ഫ്ലെക്സിബിളായിരുന്നു. ഇക്ക ഞങ്ങളുടെ സ്വന്തം ചേട്ടനെ പോലെയാണ്. ഇക്കയ്ക്ക് ഞങ്ങളും അങ്ങനെ തന്നെയാണ്, സ്വന്തം അനിയന്മാരെ പോലെയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്താണ് തീരുമാനിക്കാറുള്ളത്. ഈവൻ ഷൂട്ടിലാണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷനാണെങ്കിലും ഒക്കെ. ഇക്ക ഈ ഹ്യൂമറിൻ്റെ രാജാവാണല്ലോ. ഇക്കയ്ക്ക് കറക്റ്റ് മീറ്റർ അറിയാം ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഞങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യം തരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിൽ കണ്ടതിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാൻ ഇക്കയ്ക്ക് താല്പര്യമില്ല. ഇത് തന്നെ അല്ലടാന്ന് നമ്മളോട് കൺഫേം ചെയ്യാറുണ്ട് ഇക്ക. അത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. അത് തന്നെ എല്ലാ കാസ്റ്റിങ്ങിലും ഏതെങ്കിലും കാസ്റ്റിങ്ങിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആദ്യം മുതലേ എല്ലാം ഇപ്പം ഇത് സലീം കുമാർ മതി? അതൊക്കെ ഇക്കയുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. ഇക്ക പറഞ്ഞ് സലീമിനെ നമുക്ക് എന്തായാലും തിരിച്ചു കൊണ്ടുവരണം. ഇക്ക ഭയങ്കര ഇമോഷണലാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് സലീമേൻ്റെ ആ മീറ്ററിൽ തന്നെയാണ് പുള്ളി ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്ന അതേ മീറ്ററിലാണ് പുള്ളിയുടെ ഡയലോഗ് വരെ എഴുതിയേക്കണത് പോലും. അപ്പോൾ നിനക്കറിയില്ല നിൻ്റെ മാമനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ മാമനെ, അതൊക്കെ എല്ലാ മലയാളികളും നമ്മളെപ്പോലെ തന്നെ പുള്ളിയുടെ ഒരു തിരിച്ചുവരവിന് കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് തിയേറ്ററിൽ നിന്ന് കൈയടി കിട്ടണമെന്ന് മനസ്സിലാവും. സിനിമ, സ്റ്റേജ്, ഇതൊക്കെ എന്താ ഇമോഷണലിൻ്റെ ഒരു കളിയാണ്. പക്ഷെ മിമിക്രിയിലും ഉണ്ടെന്ന് പറയും. മിമിക്രി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഒരു, നമ്മൾ മാക്സിമം ഫണ്ണിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ഇതാണ്. എങ്ങനെയുണ്ടായിരുന്നു മിമിക്രി കാലം? മിമിക്രി കാലം ഗംഭീരമല്ല, ഞങ്ങൾ ഇപ്പോഴും ചെയ്യാറുണ്ട്. വിഷ്ണുവിൻ്റെ മാസ്റ്റർ പീസ് എന്താണ്? ഞങ്ങൾ സ്കിറ്റും അനുകരണം എല്ലാം ഉണ്ട്. ഈ അനുകരണത്തിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അനുകരിക്കുന്നത്? അയ്യോ അങ്ങനെ ചോദിക്കരുത്. എന്നാലും എല്ലാം ഒരു ആവറേജ് ആയിട്ട് പോകും. അത് മതി. ആവറേജാണ് എപ്പോഴും. നമുക്ക് ഉള്ളവരെയാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ കൈയടിച്ച് ഏറ്റുവാങ്ങിക്കുന്നത്. ചെറുപ്പം തുടങ്ങി ചെയ്യും. ഞാൻ ഏറ്റവും ആദ്യം അനുകരിച്ചത് എൻ്റെ അച്ഛമ്മയാണെന്നാണ് വീട്ടിലൊക്കെ പറയാം. ഒന്നും പരിചയമില്ലാത്ത അച്ഛമ്മയെ ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അയ്യോ അങ്ങനെയല്ല. അച്ഛമ്മ
ചമ്മന്തി അരച്ചിട്ട് എടുത്തുകൊണ്ട് ഓടുകയാണ്, കൊച്ചച്ഛന് ഊണ് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ തട്ടി വീണു. ഞാൻ തീരെ ചെറുതാണ്. അപ്പം ഞാനത് അച്ഛമ്മ തട്ടി വീണതും അയ്യോ ചമ്മന്തി എടുത്തതും ഒക്കെ ഞാൻ ഇവരൊക്കെ ചെയ്ത് കാണിച്ചു. അപ്പോൾ എല്ലാവരും ഭയങ്കര ചിരി. അച്ഛമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും ചിരിക്കുമല്ലോ അതിന്. അപ്പം തന്നെ ചെറുപ്പം തുടങ്ങി അങ്ങനെ. അപ്പോൾ അതെല്ലാവരും ചിരിക്കണമെന്ന് നമുക്ക് കൊള്ളല്ലേ ഈ പരിപാടി, ഒരാളെ മെക്കിട്ട് കയറുമ്പോൾ കളിയാക്കി. വീട്ടിൽ നിന്നാണ് ആദ്യ കൈയടി ആദ്യ കൈയടി വീട്ടിൽ നിന്നായിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നീട് പ്രൊഫഷണലി വന്നപ്പോൾ ആരെയാണ് അനുകരിച്ച് തുടങ്ങിയത്? അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റില്ല, കാരണം പല ഇതുണ്ട് നടന്മാരുടെ ശബ്ദം. നടന്മാരിൽ ഞാൻ ആദ്യം ചെയ്ത് എനിക്ക് തോന്നുന്നു കൃഷ്ണൻകുട്ടി നായരുടെ വച്ചേക്കണം. എൻ്റെ അമ്മാവൻ്റെ മോനൊക്കെ അന്ന് എന്തോ മിമിക്രീം പരിപാടിയൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. പുള്ളി ചെയ്യണ കണ്ടിട്ട് കൃഷ്ണൻകുട്ടി നായരുടെ ശബ്ദമൊക്കെയാണ് ആദ്യം ചെയ്തത്. ഇന്ന് ഒരു സിനിമ പ്രൊമോഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ചാനൽ പോലെ അല്ലെങ്കിൽ അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ മീഡിയ. എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയയിലെ പ്രതികരണം? സോഷ്യൽ മീഡിയയിൽ നമുക്ക് നമ്മുടെ പടം അനൗൺസ് ചെയ്തപ്പോൾ തുടങ്ങി എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അവരോടുള്ള നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ്, ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ റിലീസിങ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ട് ഈ നോട്ടിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ നമുക്ക് ഒരാഴ്ച എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോഴാണെങ്കിലും എല്ലാവരും ചേട്ടാ കട്ട വെയിറ്റിംഗ് ആണ്, നോ പ്രോബ്ലം, നമ്മളിട്ട് കൂടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമെന്നും പറഞ്ഞ് ഒരു പ്രചരണം ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയൊക്കെ. അപ്പോൾ അത് അവരങ്ങനെ തന്നെ ചെയ്തു. അതുകൊണ്ടാണ് ആദ്യ ദിവസം തന്നെ എല്ലായിടത്തും ഹൗസ്ഫുള്ളായതും. അവർ കണ്ട് പറഞ്ഞ അഭിപ്രായമാണ് പിന്നീടുള്ള ദിവസം ആളുകൾ തിയേറ്ററിലേക്ക് വരാനുള്ള കാരണം. ഇത് അനുകൂലമായിട്ടുള്ള ഒരു വശമാണ്. അതല്ലാതെയും സോഷ്യൽ വേറെ മീഡിയ വശമുള്ളത്, പടം നന്നായി വന്നു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പേരിൽ ഇഷ്ടംപോലെ ഫേക്ക് ഐഡിയകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എൻ്റെ പേരടിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറേ ഐഡിയ വരുന്നുണ്ട്. ഫാൻ ക്ലബ്ബ്, FC, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പേരിലുള്ള പ്രൊഫൈലുകളൊക്കെ. എനിക്കൊരു കോൾ വന്ന് ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ 800 ചില്ലാനും റിക്വസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഞാൻ ആരാ? ഞാനല്ലേ ചേട്ടൻ്റെ ഫേക്ക് ഐഡി തുടങ്ങിയേക്കണത്. ഞാൻ പറഞ്ഞു നീ എന്നെ തന്നെ വിളിച്ചതിട്ട്. അല്ല ഞാനിത് ഫാൻ മെയ്ഡ് പ്രൊഫൈലാണെന്ന് ഇട്ടിട്ടുണ്ട്, പക്ഷെ ആളുകൾക്ക് മനസ്സിലാവണില്ല, എല്ലാവരും എന്നോട് ചാറ്റ് ചെയ്തിട്ടത്. ഞാനെന്ത് പറയാനാണ്? അല്ല, കാര്യം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം സോഷ്യൽ മീഡിയയാണ്. കാര്യം അതിൽ നിന്നും മെസ്സേജ് പോവുകയും നമ്മളും കൂടെ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് അത്. അപ്പോൾ അതിലൊക്കെ എത്രത്തോളം ഇടപെട്ടു, എത്രത്തോളം അയാൾക്കൊരു ഗ്രീൻ സിഗ്നൽ കൊടുത്തു? എന്നെ വിളിച്ച കക്ഷിയോട് ഞാൻ പറഞ്ഞു, അതെന്തിനാണ് അങ്ങനെ ചെയ്യണത്? നിങ്ങൾ എൻ്റെ പേജ് ഉണ്ടല്ലോ, എൻ്റെ ഒരു പേജ് ഉണ്ട്, ഒഫീഷ്യൽ പേജ്, അത് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അവിടെ പറഞ്ഞോളൂ. ഈ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് ആ പയ്യനോട് ചീത്ത പറയാനും തോന്നിയില്ല, ഭയങ്കര സ്നേഹം കൊണ്ടാവും വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ഉള്ള സ്നേഹം നല്ലത് തന്നെ, സന്തോഷം, വളരെ സന്തോഷം, പക്ഷെ ആ പ്രൊഫൈൽ അങ്ങനെ ഇടുന്നത് ശരിയല്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അത് പിന്നെ എന്തായെന്ന് എനിക്കറിയില്ല. എന്നോട് വേറൊരു പെൺകുട്ടി നേരിട്ട് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞ് ചേട്ടനല്ലെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്, പ്ലീസ് ലൈക്ക് മൈ പ്രൊഫൈൽ പിക്ക് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനായിരിക്കില്ല.